ഹായ് ഓൾ. ബിഗ് ലേണിംഗിന്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോസിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, എന്താണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻസ്, ഏജ് ലിമിറ്റ് എന്താണ്, കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം നമ്മളുടെ തന്നെ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ആ ഒരു സിലബസ് നോക്കിയപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി. സോ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, സിലബസിൽ നമുക്ക് മെക്കാനിക്കൽ സ്റ്റുഡൻസിനും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും രണ്ടുപേർക്കും എക്സാം അറ്റൻഡ് ചെയ്യാവുന്ന നോട്ടിഫിക്കേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാടധികം സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഒക്കെ വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന പരീക്ഷയാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ എന്നുള്ളത്. നമ്മൾ സിലബസ് നോക്കിയപ്പം ഒബ്വിയസ്ലി നമ്മുടെ PSC 2 ബ്രാഞ്ചുകളുടെ കോമ്പിനേഷനിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ 50-50% മാർക്ക് തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും ഈക്വലി ഇട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ സിലബസിലേക്ക് ഒന്ന് ചെകഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ 50 മാർക്സിന്റെ പോർഷൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്തപ്പം നമ്മൾക്ക് കുറെ അധികം പോർഷൻസ്, കുറെ അധികം മോഡ്യൂൾസ് ആക്ച്വലി നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും പഠിക്കുന്നത് തന്നെയാണ്. അതായത് കുറെ അധികം കോമൺ സബ്ജക്ട്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ ആകെപ്പാടെ ഒരു സങ്കടം ഒക്കെ ആയി. എന്താന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇതുപോലെ ഒരു 50-50 ചാൻസിൽ നമ്മൾ എഴുതുന്ന ഒരു എക്സാമില് ഒരു ബ്രാഞ്ചിന്റെ സബ്ജക്ട്സ് മാത്രം കുറച്ചധികം ഫോക്കസ്ഡ് ആണ് എന്ന് തോന്നി കഴിയുമ്പോൾ മറ്റ് ബ്രാഞ്ചിലുള്ള സ്റ്റുഡൻസിന് അവരുടെ ഒരു കട്ട് ഓഫ് കപ്പാസിറ്റിയിലേക്ക് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ നമ്മൾ ഇന്ന് കുറച്ചും കൂടി നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയും അതേപോലെ തന്നെ എന്താണ് അവർ ആ ഒരു സിലബസിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, എവിടെയാണ് നമ്മുടെ PSC സിലബസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണാനായിട്ട് പറ്റുന്നത്, നമ്മൾക്ക് എന്തെങ്കിലും ഭാവിയിൽ ഇനി എക്സ്പെക്ട് ചെയ്യാമോ. നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് വിത്തിൻ 4 months ഒക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മളുടെ എക്സാംസ് വരാറുണ്ട്. അപ്പം സെപ്റ്റംബർ 2-ാം തീയതിയാണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ, ലൈക്ക് PSC ഈ ഒരു സിലബസ് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നമ്മളുമായിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിലബസിന്റെ ബേസിസിൽ ഒരു അനാലിസിസ് ഒന്ന് ചെയ്തു തരുമോ, ലൈക്ക് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ ബേസ് ചെയ്തും ഇപ്പോഴത്തെ സിലബസിനെ ബേസ് ചെയ്തും എന്താണ് അവർ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ജനറൽ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഏത് എക്സാമിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. സോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കാൻഡിഡേറ്റ് എലിജിബിലിറ്റി നോട്ടിഫിക്കേഷൻ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ മിനിമം അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നോർമലി നമ്മളുടെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ പോസ്റ്റിന്റെ പേരായിട്ട് പറയുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓർ സബ് എഞ്ചിനീയർ ആണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് നടത്താൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്, അതിലേക്ക് പോസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. കാറ്റഗറി നമ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ 079/2026 ആണ് നമ്മളുടെ കാറ്റഗറി നമ്പർ. ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ടൈപ്പ്. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30 ജൂലൈ 2026 ആയിരുന്നു. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട്, ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2 സെപ്റ്റംബർ 2026 ആണ്. വേക്കൻസീസ് ഇപ്പം ആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ് പറയുന്നത്, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല.
എങ്കിലും നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു വേക്കൻസി തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ്. നമ്മൾ സ്കെയിൽ ഓഫ് പേ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 36,500 മുതൽ 89,000 വരെയാണ് നമുക്ക് ഒഫീഷ്യൽ സ്കെയിൽ ഓഫ് പേ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ബിടെക് കഴിഞ്ഞ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞൊരു ബിടെക് ഓർ ഡിപ്ലോമ കഴിഞ്ഞ് 1 ഇയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സാലറി തന്നെ ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് സാലറി ആണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. കാരണം അതേപോലെ തന്നെ അത്രയും എന്താ പറയുന്ന വളരെ നല്ല ഒരു പോസ്റ്റിലേക്ക്, വളരെ നല്ല ഒരു ഡെസിഗ്നേഷനിലേക്കുമാണ് നിങ്ങൾ എത്താനായിട്ട് പോകുന്നത്. അപ്പം സാലറി മാത്രം നോക്കിയാൽ പോരാ, എങ്കിലും കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു സോഷ്യൽ ലൈഫ്, ലൈക്ക് എല്ലാവരുമായിട്ട് ലൈക്ക് പബ്ലിക്കുമായിട്ട് വളരെ മിങ്കിൾ ചെയ്ത് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആർക്കും ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ മോഡ് എന്ന് പറയുന്നത് ഓൺലൈനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 സെപ്റ്റംബർ 2026 ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ഇപ്പൊ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ചിരിക്കരുത്. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാകും. സോ നമ്മൾ ആ ഒരു ചാൻസ് ആണ് നമ്മളുടെ മിസ്സാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കാൻഡിഡേറ്റിന്റെ എലിജിബിലിറ്റിനെ കുറിച്ചാണ്. സോ ഏജ് ക്രൈറ്റീരിയ നമ്മൾ നോക്കുമ്പോൾ 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അവര് ബർത്ത് ഡേറ്റ്സും വളരെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 2/1/1986 മുതൽ 1/1/2008 വരെ ഇത് ബർത്ത് ഡേറ്റ്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. OBC SC/ST കാൻഡിഡേറ്റ്സിന് നിങ്ങളുടേതായിട്ടുള്ള യൂഷ്വൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസും ആപ്ലിക്കബിൾ ആണ്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ പോളിടെക്നിക്, ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് അതിന് ഇക്വലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റാസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ബിടെക്, BE അല്ലെങ്കിൽ MTech സിവിൽ, MTech ജിയോ ടെക്നിക്കൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ, MTech കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, MTech കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ, ഇത്രയും MTech സ്പെഷ്യലൈസേഷൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പോയാൽ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ആൻഡ് അതിന്റെ ഹയർ ഓർ ഇക്വലന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഇത്രയും പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾക്കാണ് ഒരുപാട് ഇങ്ങനത്തെ ചാൻസസ് ഉള്ളത്. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിയുമ്പം ഒരുപാട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ. സോ നിങ്ങൾ അതിന്റെ മാക്സിമം കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമ്മളുടെ പഴയ എക്സാമിനെ കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. യെസ്, നമ്മുടെ പ്രീവിയസ് എക്സാം ഇൻസൈറ്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ലൈക്ക് പാസ്റ്റില് എങ്ങനെയായിരുന്നു ഈ എക്സാം, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സോ ഇതിന് മുന്നേ നടന്ന ഈ ഒരു സെയിം ഗ്രേഡിന് ഇതിന് മുന്നേ നടന്ന എക്സാം ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 സബ് എഞ്ചിനീയർ സിവിലും തന്നെയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി ആൻഡ് KSEB ടുഗെദർ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാറ്റഗറി നമ്പർ 481/2020 ആയിരുന്നു. അതാണ് വാട്ടർ അതോറിറ്റിയുടെ. KSEBയുടെ നോക്കുകയായിരുന്നെങ്കിൽ 403/2020 ആയിരുന്നു. ഇനി നമ്മളുടെ എക്സാമിനേഷൻ നടന്ന ഡേറ്റ് 12/7/2023, ജൂലൈ 12 ആണ് എക്സാം നടന്നത്. 2023 എക്സാം നടന്നത്. ആ ഒരു സമയത്തൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു 1 or 2 ഇയേഴ്സിന് ശേഷമാണ് നോർമലി എക്സാംസ് കണ്ടക്റ്റഡ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയല്ല. ഒരു 2024 ഒക്കെ തൊട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എക്സാംസ് വരാറുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മൾക്ക് ഈ ഒരു വർഷത്തിന്റെ എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിന്റെ ആദ്യം തന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 114/2023 ആയിരുന്നു. നമ്മുടെ OMR ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് 100 മാർക്സിന്റെ എക്സാം ആയിരുന്നു. ഇനി നമ്മൾ ആസ് ആൻ ആസ്പിറന്റ്, ഒരു PSC ആസ്പിറന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അവരുടെ റിസൾട്ടും കട്ട് ഓഫ് ഡീറ്റെയിൽസുമാണ്.
സോ നമ്മളുടെ കട്ട് ഓഫ് മാർക്സ് 63 മാർക്സ് ആയിരുന്നു. 588 കാൻഡിഡേറ്റ്സ് ആണ് പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് 125-130 പേർക്കോളം അഡ്വൈസ് പോയതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയത് ജൂലൈ 18, 2024. ജസ്റ്റ് വിത്തിൻ 1 ഇയർ തന്നെ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റും എല്ലാം വന്നു കഴിഞ്ഞു. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ 125 കറണ്ട് അഡ്വൈസസ് ആണ് പോയേക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. അപ്പം ഇനിയും ഒരുപാട് പേർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ എക്സാം, ഒരു ഡിപ്ലോമ ഗ്രേഡ് ടെക്നിക്കൽ എക്സാമിന് 120+ അഡ്വൈസസ് പോകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കൗണ്ടാണ്. നമ്മുടെ നോർമൽ എക്സാംസ് പോലെ, ഡിഗ്രി എക്സാംസ് പോലെ അല്ല. ടെക്നിക്കലി ഇത്രയും കൗണ്ട് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും കയറാൻ പറ്റും. കട്ട് ഓഫ് മാർക്സ് പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി നിങ്ങളൊന്ന് എക്സ്പെക്ട് ചെയ്യും. ഇതാണ് നമുക്ക് ജനറലി നിങ്ങൾ ആ ഒരു എക്സാമിനെ കുറിച്ച് അറിയേണ്ടത്. അപ്പൊ നമ്മളുടെ എയിമിലേക്ക് വരിക. നമ്മളുടെ ടോപ്പിക് എന്താ? നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ അല്ലെ. നമ്മൾ മെയിൻ ആയിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കുമോ, ഇങ്ങനെ ഒരു രീതിയിലാണോ അവർ പഠിക്കേണ്ട വരിക എന്നൊക്കെ ഓർത്തുള്ളൊരു കൺഫ്യൂഷനും സങ്കടവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ സിലബസ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് ആ സിലബസിൽ കാണാൻ പറ്റുന്ന പ്രശ്നം എന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോ നമ്മൾ ആ സിലബസിലേക്ക് പോകുമ്പം നമ്മൾ പറഞ്ഞു 2 സ്ട്രീംസ്, മെക്കാനിക്കൽ സ്റ്റുഡൻസിനും സിവിൽ സ്റ്റുഡൻസിനും 2 പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഈക്വൽ വെയിറ്റേജ് 50 മാർക്സ് പാർട്ട് 1 മെക്കാനിക്കൽ 50 മാർക്സും പാർട്ട് 2 സിവിൽ 50 മാർക്സും തന്നെയാണ്. മോഡ്യൂൾ വൈസ് ആണ് മാർക്സ് എല്ലാം ഇപ്പൊ ഇട്ടേക്കുന്നത്. അതും വളരെ നല്ലൊരു ട്രെൻഡ് ആയിട്ട് തന്നെയാണ് PSC കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ മോഡ്യൂളിൽ നിന്നും കൃത്യമായിട്ട് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ പോർഷൻ നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് മെഷർമെന്റ്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ്, ഇതാണ് അവരുടെ ടോപ്പിക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട് 2 അഗെയിൻ മോഡ്യൂൾ വൈസ് തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ളത്. മോഡ്യൂൾസ് ആയിട്ട് പഠിക്കാനുള്ളത് സർവേയിങ് ഉണ്ട്, ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ഉണ്ട്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, കോൺക്രീറ്റ് ടെക്നോളജി ഉണ്ട്, സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ട്, ക്വാണ്ടിറ്റി സർവേയിങ് ഉണ്ട്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്. ഇത്രയുമാണ് സിവിൽ പാർട്ടിൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ മോഡ്യൂൾ വൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ ഇവിടെ നമുക്കൊരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷനകത്ത് വരുന്ന ആദ്യത്തെ 4 മോഡ്യൂൾസ്, ഓക്കെ, ആദ്യത്തെ 5 മോഡ്യൂൾസും നമുക്ക് പ്രശ്നക്കാരനാണ്. എന്താണ് പ്രശ്നം നോക്കിക്കേ. മോഡ്യൂൾ 1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് മെഷർമെന്റ്സ്. അത് നമ്മൾ ആരും പഠിക്കുന്നുണ്ട്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട് അല്ലെ. ഡ്രോയിങ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, മെഷറിംഗ് എക്യുപ്മെന്റ്സ്, പേപ്പറിന്റെ സൈസുകൾ, അങ്ങനെ കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു 6 മാർക്കിൽ നമ്മൾ 2 കൂട്ടരും പഠിക്കാറുള്ളതാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ ഡിപ്ലോമ സ്റ്റുഡൻസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയറിൽ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അഗെയിൻ അതും എന്തായി പോവാണ്, 2 പേർക്കും ആക്ച്വലി ഈക്വലി ഷെയർഡ് ആകുവാണ്. ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ അഗെയിൻ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഇമ്പോർട്ടൻറ്റ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ മെക്കാനിക്സ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് പല സെമസ്റ്റേഴ്സിലും ആ ഒരു സെയിം സംഭവം തന്നെ പഠിക്കാറുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സും അഗെയിൻ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ഈക്വലി ഷെയർ ചെയ്ത് പഠിക്കുന്നത് അല്ലെ. നമ്മളുടെ സെമസ്റ്റർ 3rd സെമസ്റ്റർ 4th സെമസ്റ്ററിലൊക്കെ 2 കൂട്ടരും ഒരേപോലെ പഠിച്ച് എക്സാം എഴുതുന്ന ടോപ്പിക്കാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നൊക്കെ പറയുന്നത്. ഹൈഡ്രോളിക് മെഷീൻസിലേക്ക് വരുമ്പോൾ മേ ബി കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആർക്ക് തന്നെയായിരിക്കും, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് തന്നെയായിരിക്കും നമുക്കൊരു അഡ്വാൻറ്റേജ് കാണാനായിട്ട് പറ്റുന്നത്.
അപ്പൊ അതാണ് നമ്മുടെ സിലബസിന്റെ ഒരു ഓവറോൾ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന 5 മോഡ്യൂൾസോളം ആരുമായിട്ട് നമ്മൾ ഈക്വലി ഷെയർ ചെയ്യാൻ പോവാ, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റുമായിട്ട് ഈക്വലി ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഇതാണ് നമ്മളെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഓരോ മോഡ്യൂൾസും. നമ്മുടെ മോഡ്യൂൾ 1 നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് ഷീറ്റ്സ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, സെക്ഷൻസ്, പ്രൊജക്ഷൻസ്, ഇതൊക്കെയാണ്. ഓട്ടോ ക്യാഡ്, അതൊക്കെ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സും എപ്പോഴും പഠിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രേഡ് 1 എക്സാമിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പിക്സ് ആണ് അതൊക്കെ. അതേപോലെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്തും അഗെയിൻ ദ സെയിം തിങ്, ഡിഫറൻസ് ഒന്നുമില്ല. എന്താണോ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്നത് സെയിം തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പോർഷനകത്ത് വന്നിട്ടുള്ളത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നോക്കുമ്പോഴും അഗെയിൻ ദ സെയിം തിങ്, സ്ട്രെസ്സും സ്ട്രെയിനും സപ്പോർട്ട്സും ബീംസും കോളംസും ലിമിറ്റേഷൻസും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈവൻ നോക്കിക്ക് ഏറ്റവും അവസാനമുള്ള വെൽഡഡ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ്, അതുവരെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കാറുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെയും അവസ്ഥ അത് തന്നെ. നമ്മുടെ ബേസിക് കാര്യങ്ങളും എല്ലാം ഏറ്റവും അവസാനം നമ്മൾ ഡയമെൻഷൻലെസ് നമ്പേഴ്സും ബൗണ്ടറി ലെയർ തിയറിയും അതെല്ലാം ഈ കോമൺ ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ആവുന്നു. ഹൈഡ്രോളിക് മെഷീൻസ് ഞാൻ പറഞ്ഞു, ഹൈഡ്രോളിക് മെഷീൻസ് മാത്രമേ ഉള്ളൂ മേ ബി ഒരു ഇച്ചിരിയെങ്കിലും എക്സ്ട്രാ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ചെറിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം. പക്ഷെ എന്നാലും ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിനും കവർ ചെയ്യുന്നതാണ്. അതിൽ എന്തെങ്കിലും ഇൻ ഡെപ്ത് ആയിട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടാത്തതായിട്ട് ഉള്ളത്. അപ്പൊ ആകെപ്പാടെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഒരു പ്രോപ്പർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ആര് മാത്രമേ ഉള്ളൂ, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂള് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിക്കുമ്പം അവർക്ക് എന്തുമാത്രം ചാപ്റ്റേഴ്സ് അവർക്ക് പഠിക്കാനുണ്ടാവും അല്ലെ, എന്തുമാത്രം സബ്ജക്ട്സ് അവര് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതില് ആകെപ്പാടെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എന്താണ്, തെർമൽ ആൻഡ് തെർമോഡൈനാമിക്സ് മാത്രമാണ്. അപ്പം അവരുടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ടോപ്പിക്സ് ലൈക്ക് നമ്മുടെ മെറ്റീരിയൽ സയൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്ത് വന്നിട്ടില്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഒരു സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു റാങ്ക് മേക്കിംഗ് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ബാക്കി നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് നോക്കിയാലും നോർമലി നമ്മൾക്ക് കാണാൻ പറ്റുന്ന എല്ലാം തന്നെയാണ്. സർവേയിങ് ആണെങ്കിലും ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും നമ്മുടെ കോൺക്രീറ്റ് ടെക്നോളജി ആണെങ്കിലും അതേപോലെ തന്നെ കോൺക്രീറ്റ് ടെക്നോളജി, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ ഡിസൈൻ, അതേപോലെ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം ക്വാണ്ടിറ്റി സർവേയിങ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. അപ്പൊ ഞാനൊന്ന് നോക്കിയപ്പം കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ കുറച്ചധികം ടോപ്പിക്സ് കുറച്ച് നമ്മൾ നോർമലി എടുക്കാത്തതായിട്ടും നോർമലി പഠിക്കാത്തതായിട്ടും കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ടോപ്പിക്സും ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ എക്സാംസിനും പഠിച്ചു പോകുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പൊ അവരെ ഇവിടെ നമ്മൾ നോക്കുമ്പം സിവിൽ എഞ്ചിനീയേഴ്സിന് കുറച്ച് ഇല്ലാതെ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കേണ്ട ആവശ്യമില്ല. സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ നമ്മളൊന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മോഡ്യൂൾ പ്രയോറിറ്റി നോക്കുമ്പം നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മൾ റെഡ് കളർ ലെജൻഡ് കൊടുത്തിരിക്കുന്നത് വെരി ഹൈ അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾ വിട്ട് കളയാനേ പാടില്ലാതെ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. അപ്പൊ നോക്കിക്കുക, ആ മാർക്ക് ചെയ്തിരിക്കുന്ന 7 സബ്ജക്ട്സും അല്ലെങ്കിൽ 7 മോഡ്യൂൾസും സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റെഗുലർ പാറ്റേണിൽ വരുന്നതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കിടക്കുകയും ചെയ്യാം. അപ്പം നമ്മൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക എന്ന് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം പേപ്പറും കൂടി ഒന്ന് നോക്കാം എന്തായിരുന്നു അവസ്ഥ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഈവെന്തോ ഇങ്ങനെ വെയിറ്റേജും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു, എങ്ങനെയായിരുന്നു പക്ഷെ നമ്മുടെ എക്സാം പേപ്പർ വന്നത് എന്നും കൂടെ നമുക്ക് നോക്കിയിട്ട് എന്തായിരിക്കും ഇനി വരാൻ സാധ്യത എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ഡീകോഡ് ചെയ്തിട്ടുണ്ട്. 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു.
അപ്പം എങ്ങനെയാണ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, മോഡ്യൂൾ പ്രയോറിറ്റി, എന്താണ് അവരുടെ ഡിഫറൻസ്, കാര്യങ്ങൾ നമ്മളൊന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. അപ്പൊ പരിശോധിക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് നോക്കി. അപ്പം ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതായത് ഡ്രോയിങ് ആൻഡ് മെഷർമെന്റ്. അതിൽ നിന്നൊരു 6 മാർക്സിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നൊരു 6 മാർക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് 18 മാർക്കിനോളം ഉണ്ടായിരുന്നു. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മാത്രം 11 മാർക്ക്, സർവേയിങ്ങിൽ നിന്ന് 8 മാർക്കിന് ക്വസ്റ്റ്യൻസ്, എസ്റ്റിമേഷനിൽ നിന്ന് 11 മാർക്ക്, ബിൽഡിംഗ് മെറ്റീരിയലിൽ നിന്ന് 4 മാർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നിന്ന് 4 മാർക്ക്, കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്ന് 6 മാർക്ക്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിന്ന് 6 മാർക്ക്, കോൺക്രീറ്റ് ഡിസൈനിൽ നിന്ന് 9 മാർക്ക്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു 4 മാർക്ക്, ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് മാത്രം 7. അതായത് ബാക്കി 93 മാർക്സും നമുക്ക് എവിടെ നിന്നാണെന്ന് പറയാം, സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തിരിച്ചും പറയാം, ഓൾമോസ്റ്റ് ഒരു 50 മാർക്സ് മാത്രം എവിടെ നിന്ന് വന്നേക്കുന്നു, മെക്കാനിക്കൽ പോർഷനിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്, അല്ലെ? കാര്യം രണ്ട് കൂട്ടരും ഒരേപോലെ പരീക്ഷ എഴുതുമ്പം രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെ വേണമായിരുന്നു നമ്മുടെ ഒരു സിലബസ് വരാനായിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല വന്നേക്കുന്നത്. നമ്മള് സിലബസ് വെയിറ്റേജും മെട്രിക്സ്, അനാലിസിസ് ആൻഡ് മെട്രിക്സ് നമ്മളൊന്ന് നോക്കിയപ്പം വലിയ പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്. ചിലയിടത്ത് പറഞ്ഞിരിക്കുന്ന കൗണ്ടിനെക്കാളും കുറച്ചൊന്ന് 2 ക്വസ്റ്റ്യൻസ് കൂടുതൽ അതേ സബ്ജക്റ്റിൽ നിന്ന്. ചില ടോപ്പിക്സ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ ഡിസൈനകത്തുനിന്ന് 6 മാർക്സിനാണ് വെയിറ്റേജ് ഇട്ടിരുന്നത്. പക്ഷെ എനിക്ക് ഒരു 13 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ടായിരുന്നു. ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ് 5 ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു, ഇതിന് മുന്നത്തെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 2023 അന്നൊക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് ഒരു കൗണ്ട് സ്പെസിഫിക് ആയിട്ട് വളരെ റെയർ ആയിട്ടായിരുന്നു നടന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് സിലബസ് ബേസിസിൽ തന്നെയാണ് പോകുന്നത്. വെയിറ്റേജ് വളരെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോ നമ്മള് നോക്കുമ്പം നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോ എന്താണ്, സോ നമ്മൾക്ക് പറഞ്ഞ പോലെ നമ്മളൊരു 120+ അഡ്വൈസ് പോയി നിൽക്കുന്ന ഒരു ടെക്നിക്കൽ എക്സാം. അവിടെ ഒരു ഇൻജസ്റ്റിസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? സിലബസ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഇൻജസ്റ്റിസ്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഒരു 93 മാർക്സിന്റെ മാക്സിമം മാർക്ക് അവരുടെ മാത്രം ബ്രാഞ്ച് നോക്കുമ്പം അവർക്കൊരു 93 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അവർ മാത്രം പഠിച്ച കാര്യം നോക്കിയാൽ ഒരു 50 മാർക്കിനുള്ളത് മാത്രമേ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വിച്ച് ഇസ് എ വെരി ബിഗ് ഫോൾട്ട്, അല്ലെ? അപ്പം എക്സ്പെക്ട് ചെയ്യാം, ലൈക്ക് നമ്മൾ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ മേ ബി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രഷറൈസ് ഒക്കെ വന്നാൽ നമുക്ക് സിലബസിൽ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. കോമൺ സബ്ജക്ട്സിന് ചേഞ്ച് ഒന്നും കാണൂല. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, നമ്മുടെ ഡ്രോയിങ്, അതൊന്നും ചേഞ്ച് വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും മേ ബി ഒരു വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ കോർ സബ്ജക്ട്സ് കയറി വരാം. സിവിൽ എഞ്ചിനീയേഴ്സിനും ഈ പറഞ്ഞ പോലെ കുറച്ച് സബ്ജക്ട്സ് മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് കയറി വരാവുന്നതേ ഉള്ളൂ. അപ്പം PSC മേ ചേഞ്ച് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചേഞ്ച് ചെയ്യണം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും വളരെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എക്സാം ആണ്, അല്ലെ? അപ്പൊ അതിലൊരു ജസ്റ്റിസ് വേണം തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ. അപ്പം വരട്ടെ, നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ പുതിയ കലണ്ടറിലൊക്കെ വരുമ്പോഴത്തേക്കും ന്യൂ സിലബസ് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് രണ്ടുപേർക്കും 50-50, രണ്ടുപേരുടെയും ബ്രാഞ്ചസ് തന്നെ പഠിക്കണം, 2 ബ്രാഞ്ചസും പഠിച്ച് തന്നെ എക്സാം എഴുതണം എന്ന രീതിയിൽ തന്നെയാകും സിലബസ് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും സിലബസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ നമ്മള്
ബിഗ് ലേണിംഗ് അല്ലെങ്കിൽ ഏർണസ്റ്റ് അക്കാഡമി ഓൾറെഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്രേഡ് 1ന്റെ കോഴ്സ് നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം സിലബസ് എന്നും ആവട്ടെ, നമുക്ക് ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ ഇരിക്കാം. നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെപ്റ്റംബർ 2 നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആകുവാണ്. അപ്പോൾ ഒരു നോർമൽ ട്രെൻഡ് അനുസരിച്ച് ഒരു 4 അല്ലെങ്കിൽ 5 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഇതിന് ഒത്തിരി അധികം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. മെക്കാനിക്കൽ സ്റ്റുഡൻസും വിഷമിക്കേണ്ട, നിങ്ങളും 4 സബ്ജക്ട്സ്, നമ്മുടെ ഈ കോമൺ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ. അതെനിക്ക് എന്തായാലും നമുക്ക് വരുന്നതാണ്. ആ ഒരു 5 ചാപ്റ്റേഴ്സ് 5 മോഡ്യൂൾസ് നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിന് ഉണ്ടായിരിക്കും. ആ ചാപ്റ്റേഴ്സ് ഇല്ലാതെ നമുക്കൊരു ഡിപ്ലോമ ലെവൽ എക്സാം ഇല്ല. ബാക്കി ഇനി എന്ത് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ചേഞ്ച് ഉണ്ടാകുമോ അതോ ഈ സെയിം സിലബസ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം നിങ്ങൾ നമ്മളുടെ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ചാറ്റ് ബോക്സിലും ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. അപ്പം ഏറ്റവും ബെസ്റ്റ് ഹോപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ന്യൂ റിഫ്രഷ്ഡ് ആയിട്ടുള്ള രണ്ടുപേരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സിലബസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന മുറയ്ക്ക് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സോ നിങ്ങളിപ്പം നിലവിലുള്ള സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും കോമൺ സബ്ജക്ട്സിന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം. ആ സബ്ജക്ട്സ് പഠിച്ചതിന് ശേഷം നമുക്ക് ഭാവിയിൽ എന്താകും എന്നുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് നിങ്ങളും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സിലബസ് തന്നെ പഠിച്ചു പോവുക. ഇപ്പോൾ ഉള്ളത് തന്നെ പഠിച്ചു പോവുക. മേ ബി ആഡ് ആകാം, മേ ബി കുറച്ച് ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആകാം. അതും നമുക്ക് നോക്കാം. എന്തായാലും സിലബസ് ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കലണ്ടർ വന്ന് സിലബസ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കോമൺ സബ്ജക്ട്സ് വെച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ കൂടെ പഠിക്കാനായിട്ടുള്ള എല്ലാ ഹെൽപ്പിനും വേണ്ടി നമ്മുടെ കോഴ്സുകളും ഉണ്ട്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക, പഠിത്തത്തിലേക്ക് കടക്കാം. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.